Hello, Namaskaram. I am Merin. Welcome to my channel. In this video, we will a simple dream catcher keychain. If the video starts, you can subscribe to the channel. Please do subscribe. Subscribe to the bell icon and press the video's notification. You will get the video. Start. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു റിംഗ് ആണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു വളയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എന്ത് മെറ്റീരിയലിന്റെ വേണമെങ്കിലും റിംഗ് യൂസ് ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കുക, നല്ല കട്ടിയുള്ളതായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ഫ്രെയിം വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം കട്ടിയുള്ള റിംഗ് വേണം സെലക്ട് ചെയ്യാൻ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ത്രെഡ് ആണ്. ഞാൻ വൂളാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കോസ്റ്റ് 5 rupees ആണ്, ചില ഷോപ്പിലൊക്കെ 7 ആണ്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ത്രെഡ് ഈ റിങ്ങിൽ ചുറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ത്രെഡ് ഞാൻ ഡബിളായിട്ടാണ് എടുത്തേക്കുന്നത്. ഡബിളായിട്ട് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് റിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു സിംഗിൾ ത്രെഡിൽ ചെയ്യുവാണെങ്കിൽ കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഡബിളായിട്ട് എടുത്തേക്കുവാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ റിങ്ങിൽ റോൾ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നല്ലൊരു നോട്ട് കെട്ടിക്കൊടുക്കണം. ഈ നോട്ട് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ഇനി അധികം വന്നേക്കുന്ന ത്രെഡ് കട്ട് ചെയ്ത് കളയാം. ഇനി ഈ ത്രെഡ് നല്ലതുപോലെ ടൈറ്റായിട്ട് റോൾ ചെയ്ത് കൊടുക്കുക. ഗ്യാപ്പ് ഒന്നും കാണാത്ത രീതിയിൽ നല്ലതുപോലെ ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇത് എൻഡ് ചെയ്തു. ഇനി ഇത് നല്ലതുപോലെ സെക്യൂർ ചെയ്ത് വയ്ക്കണം. ഒരു നോട്ടുകൂടെ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് സെക്യൂർ ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രെയിം കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഒട്ടും ഗ്യാപ്പ് ഒന്നും കാണാത്ത രീതിയിൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത പോയിന്റിൽ നല്ലതുപോലെ കെട്ടിക്കൊടുക്കാം. ബാക്കി വന്ന ത്രെഡ് കട്ട് ചെയ്ത് കളയുക. ഒരു ഗ്ലൂ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ വെബ് ഒരു 2 cm ഗ്യാപ്പിലാണ് ചെയ്യുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീഡിൽ നമ്മൾ ഫ്രെയിമിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന തൊട്ടടുത്തുള്ള പോയിന്റിൽ ആ ത്രെഡ് കൊണ്ടുവരിക. എന്നിട്ട് താഴോട്ട് വലിച്ചു കൊടുക്കുക. അപ്പോൾ അതവിടെ ആ ഒരു പോയിന്റ് സെക്യൂർ ആയിട്ടിരിക്കും. നെക്സ്റ്റ് അതേപോലെ അടുത്ത പോയിന്റിൽ ത്രെഡ് മുകളിൽ കൂടെ എടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു പോയിന്റിൽ ത്രെഡ് വെച്ചിട്ട് താഴോട്ട് വലിക്കുക. ഇതേ രീതിയിൽ ഈ ഫ്രെയിം കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ നോട്ട് ഇട്ട് കൊടുക്കുന്നത് കറക്റ്റ് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കണം. പല പല ഡിസ്റ്റൻസിലായ ഒരു ഭംഗി ഉണ്ടാവില്ല.
അപ്പോൾ നമ്മളിപ്പം ചെയ്തത് ഓരോന്ന് നോക്കുവാണെങ്കിലും ചെറിയൊരു ലൂപ്പ് നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ നീഡിൽ ഈ ഒരു ത്രെഡിൻ്റെ നമ്മുടെ തൊട്ടടുത്തുള്ള ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക. കറക്റ്റ് ഈക്വൽ ഹാഫ് ആയിട്ടുള്ള ഏരിയയിലാണ് ഇടുന്നത്. എന്നിട്ട് താഴോട്ട് വലിക്കുക. ഇതേപോലെ തൊട്ടടുത്തുള്ളടുത്ത് ഇടുക. നടുക്കാക്കുക. എന്നിട്ട് താഴോട്ട് വലിക്കുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ തിരിച്ചെത്തി. ഇനി ഈ ഒരു ത്രെഡിൻ്റെ നമ്മൾ കറക്റ്റ് ഹാഫിൽ ഇട്ട് കൊടുക്കണം. ത്രെഡ് നേരത്തെ ചെയ്തതുപോലെ തന്നെ. നമ്മൾ ചെയ്യുന്നത് നല്ല സ്റ്റിഫായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ലൂസായി പോവും. നമ്മളുടെ വെബിന് ഒരു ഭംഗി ഉണ്ടാവില്ല. അടുത്ത റൗണ്ടും കംപ്ലീറ്റ് ആയി. ഇതേ രീതിയിൽ താഴെ വരെ നമുക്ക് ഈ ഒരു സെയിം ഡിസൈന് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ എൻഡ് വരെ ആയി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് നോട്ട് ഇട്ടിട്ട് ഇത് ക്ലോസ് ചെയ്യണം. ഇനി അധികം വന്ന ത്രെഡ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ വെബ് റെഡിയായി. ഇതിൻ്റെ അകത്ത് ഇനി നമ്മൾ ഫെദേഴ്സ് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ത്രെഡ് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്.
എന്നിട്ട് നല്ലതുപോലെ കെട്ടിക്കൊടുക്കുക. ഇനി കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ബീഡ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇനി നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഫെദേഴ്സ് വെക്കാം, അല്ലെങ്കിൽ ബോൾ വെച്ചിട്ട് ടസൽസ് ഉണ്ടാക്കാം. ടസൽസ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഈ ഒരു 3 ഫിംഗറിൻ്റെ അളവിലാണ് എടുക്കുന്നത്. അത് നല്ലതുപോലെ റോൾ ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് റോളായിട്ട് എടുത്തേക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല തിക്കായിട്ട് ചെയ്യാൻ നോക്കുക. ഇനി ഇത് കെട്ടിക്കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് കെട്ടുക. നമ്മൾ കെട്ടിയേക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇതാണ് കെട്ടിയേക്കുന്ന പോർഷൻ. ഈ ഒരു പോർഷൻ കട്ട് ചെയ്യുക. ഞാനൊരു കുഞ്ഞു ടെസലാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നീളത്തിൽ ചെയ്യുക. ഇനി ബ്ലാക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇത് എല്ലാം കൂടെ ഒരുമിച്ചാക്കിയിട്ട് കെട്ടിക്കൊടുത്താൽ മതിയാവും. ഇനി താഴെ നിന്ന് ഒപ്പമാക്കുക. ഇനി ഈ ടസിൽ ഇതിൽ താഴെ നിന്ന് ജോയിൻ ചെയ്ത നമ്മളുടെ ഡ്രീം ക്യാച്ചർ റെഡിയാണ്. കണ്ടില്ലേ? അധികം ചിലവില്ലാതെ ചിലവ് ചുരുക്കത്തിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡാണിത്. അഥവാ നിങ്ങളുടെ കയ്യിൽ ഇനി ഫെദേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഫെദേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഫെദേഴ്സ് ഉണ്ടായതുകൊണ്ട് ഞാൻ ഫെദേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഫെദേഴ്സ് ഉള്ളവർ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത് ഇതിൻ്റെ ടിപ്പിലാണ്, ഫെദറിൻ്റെ ടിപ്പിലാണ്. അത് നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. ബാക്കി വന്ന ഫെദേഴ്സ് എല്ലാം നമുക്ക് ഓരോരുത്തർ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമ്മൾ ഫെദേഴ്സ് എല്ലാം കംപ്ലീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞു. നെക്സ്റ്റ് ഈ കീ ചെയിനിൻ്റെ ഈ ഒരു റിങ് എടുത്തിട്ട് ജസ്റ്റ് ഇതായിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ സിമ്പിൾ വെബ് ഡ്രീം ക്യാച്ചർ കീ ചെയിൻ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? വളരെ ഭംഗിയാണ് കാണാൻ. നല്ലൊരു കളർ കോമ്പിനേഷനും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രീം ക്യാച്ചർ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാം പേജിലൊന്ന് ഫോളോ ചെയ്തേക്കുക. അവിടെയും നിങ്ങൾക്ക് എൻ്റെ വർക്ക്സിൻ്റെ അപ്ഡേറ്റ്സ് കാണാവുന്നതാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.